ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് രാവിലെ എണീക്കാൻ കുറച്ച് വൈകിപ്പോയി. കാരണം വേറൊന്നുമല്ല, 5 മണിക്ക് അലാറം വെച്ചു. പക്ഷേ എണീക്കാൻ തോന്നുന്നില്ല. നല്ല തണുപ്പ്. ഒരിക്കൽ എഴുന്നേറ്റ് വന്നു, പക്ഷേ തണുപ്പായതുകൊണ്ട് വിചാരിച്ചു പോയി കിടക്കാം. വീണ്ടും പോയി കിടന്നു. അങ്ങനെ എണീക്കാൻ സമയം 6 മണിയായി. അപ്പോൾ ഇതാ പുറത്ത് നല്ല കോടയുണ്ട്. അപ്പോൾ ഞാൻ വേഗം മുഖമെല്ലാം കഴുകി. ഇന്ന് പിന്നെ എണീക്കാൻ വൈകിയതുകൊണ്ട് തന്നെ ചായ പരിപാടിയെല്ലാം തുടങ്ങണത്രേ. അപ്പം വേഗം വിളക്ക് കത്തിച്ചു. രാവിലെ പിന്നെ എനക്കും സനീഷേട്ടന് ഓട്സ് ആയതുകൊണ്ട് ചായക്കടിയുടെ കാര്യം എളുപ്പമാണ്. അതുകൊണ്ട് പിന്നെ കുറച്ച് വൈകി എണീച്ചാലും പ്രശ്നമൊന്നുമില്ല. അപ്പം മക്കൾക്ക് ദോശക്കൂട്ടുണ്ട്. അപ്പം അതെടുത്ത് പുറത്ത് വെച്ചു. പിന്നെ നമ്മുടെ സ്ഥിരം പരിപാടി എൻ്റെ കട്ടൻ കാപ്പി. അപ്പം അതിവിടെ റെഡിയാക്കുന്നുണ്ട്. സനീഷേട്ടന് പിന്നെ മധുരമൊന്നും ഇടാത്ത കട്ടൻ ചായയാണ്. അതും സെറ്റാക്കി മക്കൾക്കുള്ള ചായ എടുത്ത് വെച്ച് നമ്മൾ ഓട്സിൻ്റെ പരിപാടി സെറ്റാക്കി. അപ്പം രാവിലെ ഇതാക്കുന്നതുകൊണ്ട് തന്നെ രാവിലത്തെ ചായക്കടിയുടെ കാര്യം എളുപ്പമാണ്. അപ്പം പിന്നെ ഞാൻ വേഗം എൻ്റെ കാപ്പി കൂടി അങ്ങ് കഴിഞ്ഞു. അപ്പോൾ ഇന്നും സനിച്ചേട്ടന് ചോറ് കൊണ്ടുപോകണം. ചില ദിവസങ്ങളിൽ ചോറെടുക്കില്ല. അടുത്ത അമ്പലമെല്ലാം ഉണ്ടെങ്കിൽ ആടുന്ന് എണ്ണും. അല്ലാത്ത ദിവസങ്ങളിൽ ചോറ് കൊണ്ടുപോകും. അപ്പോൾ ഇന്ന് ബീൻസ് ഉപ്പേരിയാണ് ആക്കുന്നത്. പിന്നെ മാന്തിയുണ്ട്. അപ്പം മാന്ത പൊരിക്കാം, മാന്ത അതുപോലെ വറ്റിച്ചും വെക്കാമെന്ന് വിചാരിച്ചു. ബീൻസ് മുറിച്ചതിന് ശേഷമാണ് ഓർമ്മ വന്നത് കൂമ്പുണ്ട് എന്നുള്ളത്. അപ്പോൾ കൂമ്പ് പിന്നെ പൊട്ടിച്ചിട്ടില്ല. ഏതായാലും ഇത് വെച്ചു. ഇനിയിപ്പോൾ കൂമ്പ് നാളത്തേക്ക് മാറ്റാം. അപ്പോൾ മാന്ത വൃത്തിയാക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടാ. പെട്ടെന്ന് വൃത്തിയാക്കി കിട്ടും. നല്ല എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പം അതിൻ്റെ പരിപാടി കഴിഞ്ഞു. മക്കൾക്ക് ദോശയാണ്. ദോശക്ക് ചട്നി ആക്കാമെന്ന് വിചാരിക്കുന്നത്. മോന് ചട്നി നിർബന്ധമാണ്, മോക്ക് വേണ്ട. ഒക്കെ കുറച്ച് നെയ്യാക്കി കൊടുത്താൽ ഓളെ പരിപാടി കഴിഞ്ഞു. അപ്പം മോൻ എണീച്ച് പല്ലെല്ലാം തേച്ച് ചായക്ക് ഇരുന്നിട്ടുണ്ട്. അപ്പം ചമ്മന്തിക്കുള്ള പരിപാടിക്ക് സനീഷേട്ടൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം തേങ്ങ ചെറിയ തന്നു. ഞാൻ വേഗം അത് ചമ്മന്തി അരച്ചു. അപ്പോൾ ഇതാ മോൻ ചായ കുടിക്കുന്നുണ്ട്. അപ്പം മോൻ ചായ കുടിച്ചു. സനിച്ചേട്ടനും അതിനിടയ്ക്ക് ഓട്സ് കഴിച്ചു. അപ്പോൾ എൻ്റെ പണി ഏകദേശം ആയതിന് ശേഷം ഞാനും മോളും ഒന്നിച്ചാണ് ചായ കുടിച്ചത്. ഞാൻ കഴിച്ച് എണീക്കുമ്പോൾക്ക് മാന്ത റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതങ്ങ് ഓഫ് ചെയ്ത് മാറ്റി വെച്ചു. മോൻ ഇന്ന് സ്കൂളിൽ കൊണ്ടുപോകാൻ സ്നാക്സിന് മുട്ട ദോശ ആക്കിയത്. അപ്പോൾ ഇനി സനീഷേട്ടനിലെ ചോറ് സെറ്റാക്കുന്നുണ്ട്. രാവിലെ ചോറ് കൊണ്ടുപോകുന്ന ദിവസം എനിക്ക് വീട്ടിലെ പണിയെല്ലാം പെട്ടെന്ന് തീരും. അല്ലാത്ത ദിവസങ്ങളിൽ ചോറിങ്ങനെ മെല്ലെ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വൈകി 12 മണിയായാലും എൻ്റെ ചോറും കറിയൊന്നും ആവലില്ല കേട്ടോ. മിക്കവാറും എല്ലായിടത്തെ അവസ്ഥ ഇങ്ങനെ തന്നെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ വിശേഷം ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പം വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.